എല്ലാവർക്കും നമസ്കാരം. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്ക് അസ്സലാമു അലൈക്കും. നമ്മളെ കേരളത്തിലെ ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രി സാറിന് നമ്മളെ PMS സലാം കുറച്ച് അപമര്യാദക്കേടിൽ സംസാരിച്ചായിട്ട് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആദ്യം നമുക്ക് പിണറായി സാറിനെ ബഹുമാനിക്കുന്ന ആ വീഡിയോ ഒന്ന് കാണാം. ഭരിക്കുന്ന കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. കണ്ടില്ലേ? ഇതാണ് പിണറായി സാറിനോട് ബഹുമാനത്തോട് സംസാരിച്ചത്. ഇതിപ്പോൾ എന്തിനെപ്പറ്റി പറഞ്ഞെന്നറിയും. ഇതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പേരൊക്കെ ഇതിൽ പറയാം. നിങ്ങളത് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം ലീഗ് എത്തിപ്പെടുത്തുന്നത്. ഈ PMC എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മനുഷ്യരെന്തെങ്കിലും അടുത്തു ഇവൻ കേരളം മാത്രം കാണുന്നില്ലാതെ കണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ലീഗ് കേരള ലീഗ് എന്ന് പേരാക്കണം. കാരണം ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ഒന്നും ഇപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവർ കേരളം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതാണ് വേറൊന്ന് കാണാണ്ടുള്ളത്. ഈ പിണറായി വിജയനെ വിമർശിക്കുന്ന ലീഗുകാരോടും ലീഗിൻ്റെ നേതാക്കന്മാരോടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഈ PMC എന്ന് പറയുന്ന സംഭവം, ഈ വിദ്യാഭ്യാസ മോഡിൻ്റെ നയം ഇന്ത്യയിൽ ഏകദേശം 80% സ്റ്റേറ്റ് ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റും ഉണ്ട്, കോൺഗ്രസ് അല്ലാത്ത ആൾ ഭരിക്കുന്ന സ്റ്റേറ്റും ഉണ്ട്, ഒക്കെ ഉണ്ട്. BJP സ്റ്റേറ്റ് ഭരിക്കുന്ന സ്റ്റേറ്റ് മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം മംഗളൂർ, മംഗലാപുരം, അവിടെ അത് നിലവിൽ വന്നു. പക്ഷെ അവിടെ അവർ വേറെ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പരിഷ്കരിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും ഇന്ന് നിലവിൽ ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സംഭവത്തിനെ അതിനെ വിമർശിക്കുന്നെങ്കിൽ തന്നെ അത് ഏത് രൂപത്തിൽ വിമർശിക്കണ്ടേ? ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിനെ ഇങ്ങനെ പരിഹാസ രൂപത്തിൽ, അപമാന രൂപത്തിൽ. കാരണം ലീഗിൻ്റെ സ്ഥാനത്ത് ചങ്ങായി വന്നിട്ട് ഇന്ന് പിറക്കും ഈ ലീഗിൻ്റെ അകത്തുള്ളത് സംഭവം ഇത് തന്നെയാണ്. കാരണം തോന്നിയ അവസ്ഥ പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായി അങ്ങനെ പറയാൻ കാരണം. പക്ഷേ നമ്മളെ നേതാക്കന്മാരോ, നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും സാധിക്കുന്ന നിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഞങ്ങളതിന് പിന്നെ അപരിഹിക്കുന്ന കേട്ടാ. അത് പറഞ്ഞ് ശരിയായില്ല. ഇന്ന് പറഞ്ഞിട്ട് ആളാട്ടുണ്ട്. അതാണ് കുഞ്ഞാലിക്കുട്ടി സാധിക്കുന്ന തങ്ങളെ ഇന്നത്തെ നിലവിലുള്ള അവസ്ഥ. ഈ PMS സലാമിൻ്റെ നിലക്കൊന്നും നടപടിയൊന്നും വരാൻ പോകുന്നില്ല. ഞങ്ങളെ അനുകൂലിക്കുന്നതിനാണ് ഒരു തീർന്നു കഥ. കാര്യം ഇങ്ങനെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് എന്താവും? ലീഗ് മാത്രമല്ല UDFും പൊടിയാവും, സമസ്തനെയും പൊടിയാക്കാനാണ് ചോദിച്ചത്. ഞാനൊരു കുറഞ്ഞ എൻ്റെ ഒരു വർഷം മുമ്പ് ഞാനിട്ട് വീഡിയോ അതിൻ്റെ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളോട് പറയാം. നിങ്ങൾ ആ വീഡിയോ ഒക്കെ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കമ്പനി ഇപ്പം നടക്കുന്ന നോക്കി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് എന്നുള്ളത്? ഞാൻ ഉണ്ടാക്കിയ ഹെഡിങ്ങിൻ്റെ ഓരോന്നിൻ്റെ പേര് ഞാൻ പറയും. നിങ്ങൾ ആ ഹെഡിങ് നോക്കിയിട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ ഒരു 440ഓളം വീഡിയോ എൻ്റെ ഇതിലുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞാൽ സമസ്ത കേൾക്കണം, സമസ്ത തകർക്കാൻ വേണ്ടിയിട്ട് പണി. ഞാൻ ഇറക്കിയ വീഡിയോ. പിന്നെ സുപ്രഭാതം പത്രത്തിന് ഇവർ എന്തിനു ഭയപ്പെടുന്നു, അതിന് ഏറ്റവും കൊടുത്തിട്ടുള്ളത്. അത് സുപ്രഭാത പത്രത്തിൻ്റെ ഇതുണ്ടായില്ല, കോപ്പി ഉദ്ഘാടനം ഗൾഫിൽ, പുതിയ എഡിഷൻ ഉദ്ഘാടനം, ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ. പിന്നെ സമസ്യയോട് കളിച്ചാൽ 2026 തറയിലിരുത്തും. ഞാൻ അതിൻ്റെ ഏറ്റവും കൊടുത്തിട്ടില്ല കേട്ടോ. 4ാമത് സംസ്ഥയോട് കളിക്കുന്നവർ ചാണകത്തിലെ കീടങ്ങളാകും. 5ാമത് ദീനോട് കളിക്കുന്നവരെ മൂലക്കിരുത്തണം. പിന്നെ ഒരു ലീഗിനെ വിട്ട് സമസ്ത ഒന്നിക്കണം. ഇതെല്ലാം ഞാൻ മുന്നേ ഇറക്കിയ വീഡിയോയുടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളതാണ്.
നിങ്ങൾക്ക് അത് എൻ്റെ അബ്ദുള്ള കൂട്ടിക്കൊള്ളുന്ന വെച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇവൻ്റെ ലക്ഷ്യം എന്തെന്നുള്ളത്. ഇവൻ്റെ സമസ്തയോട് ഒരു സ്നേഹമില്ല, ലീഗ് നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ UDF നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു മാന്യത പുലർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഇയാളല്ല. ഇയാൾ എവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുൽമാല ഉണ്ടായിട്ടുണ്ടാവും. അതേ സംസ്കാരമാണ് ഇപ്പോൾ ഇത് കാണിച്ചത്. ഇത് ഇങ്ങനെ പോയാൽ എന്താവും? ഇപ്പം തന്നെ ഈ പ്രസ്ഥാനം കൊണ്ട് തന്നെ ഈ സംസാരം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ലീഗിനെ മനസ്സിലാക്കണം എന്ന് പറയാൻ തുടങ്ങി. എൻ്റെ ലീഗ് ഒരു ജാതി ഇങ്ങനെ ഒരു എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കുന്നൊരു ടീമായിട്ട് പഠിത്ത കാലത്ത് മാറിയിട്ടുണ്ട്. എന്നാൽ ഇവരെ പോലത്തെ പ്രസ്താവന ഇറക്കലും തോന്നിയ പറയലുമുണ്ട്. ഇത് UDF മതി ഈ സംഭവം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്നിട്ട് നമ്മളെ നേതാക്കന്മാരോ ഇതിനൊന്നിനും ഒരു പരിഹാരം കണ്ടെത്തില്ല, ഒരു പണിയെടുക്കില്ല. കാരണം നമ്മളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് എങ്ങനെ വെച്ചിട്ടില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കില്ല, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ വെച്ചിട്ടില്ല, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളതിനെ അനുകൂലിക്കുന്നില്ല കേട്ടോ. അത് കുറച്ച് കടുപ്പായി പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടിയിട്ട് നല്ല ആളായിട്ട് ഇവർ നിൽക്കുന്നതിലാണ് ഇവരെ ഒരു ഇതാണ്, ഒരു സ്റ്റൈലാണ്. ഞങ്ങളൊന്നുമില്ല പോകാന്ന് പറഞ്ഞു, ഞങ്ങൾ നല്ല ആൾ. ഇങ്ങനെ പോയാൽ എന്തായി തീരും? ഈ ചങ്ങായി സമസ്തനെ തകർക്കാനും വേണ്ടിയിട്ടും കളിച്ചു ഒരുപാട് വന്ന പ്ലേകളാണ്. ഈ കേരളത്തിലെ സമസ്തയുടെ പ്രസിഡൻ്റായ ജിഫിർ മുത്തുക്കോയ തങ്ങൾ ഒരുപാട് ഇയാൾക്ക് വേണ്ടിയിട്ട് വിഷമം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ആ മനുഷ്യനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഷാവി ചങ്ങായി കിട്ടുന്നത് ഉറപ്പാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞു KMCC കളിച്ചാലും സമസ്തയില്ലാണ്ടായി പോവും, ഞങ്ങളത് നിലനിർത്തുന്നത് കളിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനപ്പോൾ ഏറ്റവും വീഡിയോയിലൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഈ സമസ്തക്കാർ തന്നെയാണ് ലീഗുകാർ തന്നെയാണ് സമസ്തക്കാർ. ഇത് മനസ്സിലാക്കാണ്ടാണ് PMS സലാം സംസാരിക്കുന്നത് ഞാൻ അന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ കണ്ടൊക്കെ മനസ്സിലാവും. സമസ്തയോട് ഈ ചങ്ങായിക്ക് എല്ലാം ഒരു ദിവസം പോലും സമയം കൊണ്ട് ഇയാൾക്ക് ബന്ധമില്ല. അതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ലാസ്റ്റ് ഇടുന്നുണ്ട്, അതുകൂടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത് മൂപ്പൻ്റെ അവസ്ഥ ഉണ്ട്. ലാസ്റ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് സമസ്തയായിട്ട് ഈ ചങ്ങായിക്ക് എന്ത് ബന്ധമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ ചങ്ങായിൻ്റെ സംസാരത്തിൽ എഴുതിയുണ്ട്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബത്തക്ക കച്ചവടം നടന്നിട്ട്. ആ 1-2 സ്ഥാനം MSF പിടിച്ചെടുത്ത് വന്നത്. എന്നിട്ടോ തട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ട സമയത്ത് ഇവരൊന്നും മിണ്ടിയില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് അതിനെന്തെങ്കിലും കണ്ടിന്യൂ കാണും. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പ്രസ്ഥാനം ഇട്ടില്ലേ, അത് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ നമ്മളെ കേരളത്തിൽ. കാരണം കേരളത്തിൽ ഒന്നും സംഭവിക്കാതെ വന്നതിന് മുന്നേ ഇപ്പം ഇങ്ങനെ വീണെടുത്ത് തരികയാണ് ഈ ലീഗിൻ്റെ പണി. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ലാസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ അതും കൂടെ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സമസ്തയുള്ള ബന്ധം എന്നുള്ളത്. പിന്നെ ലീഗിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പം ഇന്ത്യയിലൊന്നുമില്ല, ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇല്ല, ഇപ്പം കേരളത്തിലാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ കേരളത്തിലാണെങ്കിൽ ഇവരെന്ത് ചെയ്തിട്ടുള്ളത് ലീഗും കോൺഗ്രസും കൂടി ചെയ്യുന്ന വെച്ചെങ്കിൽ ഭരിക്കുന്നവരെ എങ്ങനെ താഴെ ഇറക്കാൻ നോക്കുന്നതല്ലാണ്ട് എല്ലാത്തിനും കുറ്റം പറയുന്നതല്ലാതെ കണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച കാണുന്ന സമയത്ത് പ്രതിപക്ഷങ്ങളിൽ ഒരുമിച്ച് നിൽക്കട്ടെ, അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിലൊന്നും നിൽക്കില്ല. പിണറായിനെ ഒറ്റയ്ക്ക് വെട്ടിച്ച് ഇതിപ്പോൾ പ്രതിപക്ഷത്തിനോട് കളിക്കുന്നത് നരേന്ദ്രമോദി എല്ലാവർക്കും ബാധിക്കുന്നില്ലേ? അപ്പം പാർലമെൻറ്റ് എന്ത് ചെയ്യേണ്ടത്? എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ എന്തും വിജയിക്കാണ്ടിരിക്കുള്ളൂ. അങ്ങനത്തെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി 10 കൊല്ലമായിട്ട് എന്തെല്ലാം പാസ്സാക്കിയിട്ടുണ്ടോ അതൊക്കെ പാസ്സാക്കി എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നമ്മുടെ പ്രതിപക്ഷമില്ല. മറ്റേ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്നിട്ട് വോട്ട് കളയും എന്നെല്ലാം പറഞ്ഞിട്ട് കേസും കൊണ്ട് അതുകൊണ്ട് നടക്കരുത്, അല്ലെങ്കിൽ ഒരു ഭരണഘടന മാത്രം ഇങ്ങനെ വരുത്തി കാണിക്കരുത്. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇങ്ങനെ പോയാലൊന്നും കേരളത്തിലൊന്നും അടുത്ത ഈ 26 വരുന്ന ഇലക്ഷനിലുണ്ടല്ലോ, ഇതിലൊന്നും എന്ന് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒന്നിനും കേരളത്തിൽ കോൺഗ്രസിന് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വേണ്ട. കാരണം രാഷ്ട്രീയപരമായിട്ട് ആരും ഉത്ബുദ്ധരാക്കുന്ന ഒരു പണിപ്പ് നിങ്ങളെത്തില്ല. ഉള്ള പറ്റുന്നത് ഇതുതന്നെയാണ്, കംപ്ലീറ്റ് കുറ്റം പറയാന്നുള്ളത് മാത്രം. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇത്തരം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. സമസ്ത വിശ്വാസിയല്ല. അല്ല എന്താ സംശയം? അത് കുറ്റാണോ? അതൊരു അപരാധമാണോ? അല്ല എന്താ സംശയം? അത് കുറ്റാണോ? അതൊരു അപരാധമാണോ? ഇപ്പം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ PMS സലാമിൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സമസ്തയോട് എത്ര കൂറുണ്ട്? അടുത്ത വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ജയ് ഹിന്ദ്.